ഏവർക്കും ഫിനിക്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വീലുക്കപ്പ് ആണ്. എന്താണ് വീലുക്കപ്പ്, അതെങ്ങനെ ഉപയോഗിക്കണം, അത് ഉപയോഗിക്കുമ്പോൾ ആദ്യമായി ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് ഉപയോഗിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട മിനിമം കുറച്ച് കാര്യങ്ങൾ, ഇത്ര കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം എന്താണ് വീലുക്കപ്പ് എന്ന് നോക്കാം. ഓക്കെ, നമുക്കൊരു ഉദാഹരണത്തിലൂടെ നോക്കാം. ഇത് ഫിനിക്സ് ബാങ്ക് എന്ന ഒരു ബാങ്കിൻ്റെ ലോൺ ഡാറ്റയാണ്. ഈ ലോൺ ഡാറ്റ അവരുടെ റിപ്പോർട്ടുകളിൽ വരുന്നത് ഇത്ര ഡീറ്റെയിൽസാണ് വരിക. അതായത് ഈ റെഡ് കളറിൽ കാണുന്ന ഏരിയയിലുള്ളതാണ് മാത്രമാണ് വരുന്നത്. അതിനുശേഷം വരുന്ന ഏരിയ കോഡ്, മൊബൈൽ നമ്പർ, ഫയൽ നമ്പർ, പാന്, ഇതുപോലുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് അടിച്ച് ഉണ്ടാക്കുന്നതാണ്. അതായത് ഓരോ ലോണിൻ്റെയും ഏരിയ അനുസരിച്ചിട്ട് അതിന് ഓരോ ഏരിയ കോഡായിട്ടും മൊബൈൽ നമ്പറും ഓരോ ഫയലിനും ഓരോ ലോണിനും ഓരോ ഫയൽ നമ്പറായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 31/8/2021 ഡാറ്റയാണ്. ഇതിപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് നമുക്കിതുപോലെ റിപ്പോർട്ട് വരും. ആ റിപ്പോർട്ട് വരുമ്പോൾ 30/9 റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് വന്നപ്പോൾ ഇത്ര കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. സാധാരണ ഇതിൽ ഇത്രയാണ് വരിക. അപ്പോൾ നമുക്ക് ഇതിൽ ഏരിയ കോഡൊക്കെ ടൈപ്പ് ചെയ്യണം ഓരോ ഇതിൻ്റെയും. അപ്പോൾ നമ്മൾ എന്താ സാധാരണ രീതിയിൽ കുറേ ആളുകൾ ചെയ്യണത്, ഈ ലോൺ നമ്പർ, ഈ ലോണിൻ്റെ ഡാറ്റയിൽ പ്രധാനമായും അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ലോൺ നമ്പർ ആയിരിക്കും. അപ്പോൾ ഈ ലോൺ നമ്പർ വെച്ചിട്ട് തൊട്ട് മുമ്പത്തെ മാസത്തെ ഡാറ്റ എടുക്കും. അതിൽ നിന്ന് Ctrl F ചെയ്ത് അതിൽ പേസ്റ്റ് ചെയ്ത് ഫൈൻഡ് ചെയ്യും. അപ്പോൾ അതിൽ വന്നിരിക്കുന്നത് പ്രേംചന്ദ് എന്ന് പറഞ്ഞ ആളാണ്. ആളുടെ ഡീറ്റെയിൽസാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളത് ഇവിടുന്ന് എന്താണ് ആവശ്യം അവിടേക്ക് കോപ്പി ചെയ്യും. ഈ ഡാറ്റ മൊത്തം അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ഇത് കോപ്പി ചെയ്യും. എന്നിട്ട് ആ പ്രേംചന്ദിൻ്റെ നേരെ അത് പേസ്റ്റ് ചെയ്യും. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നമുക്ക് ഇതിന് പകരം വീലുക്കപ്പ് എന്ന് പറഞ്ഞ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അത് എന്താണ് അതിന് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, ആദ്യം = Vlookup ബ്രാക്കറ്റ് ഓപ്പൺ, 4 കാര്യങ്ങളാണ് ഇതിൽ വരിക. അതായത് എന്താണ് ലുക്കപ്പ് ചെയ്യേണ്ടത്, അത് എവിടെ നിന്നാണ് ലുക്കപ്പ് ചെയ്യേണ്ടത്, ലുക്കപ്പ് ചെയ്തതിൻ്റെ റിസൾട്ട് എത്രാമത്തെ കോളാണ് വേണ്ടത്, എക്സാക്റ്റ് മാച്ചാണോ അതോ അപ്രോക്സിമേറ്റ് മാച്ചാണോ, ഏതാണ് വേണ്ടത് എന്നാണ് ചോദിക്കുക. ആദ്യം ലുക്കപ്പ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോൺ നമ്പർ വെച്ചിട്ടാണല്ലോ നമ്മൾ സെർച്ച് ചെയ്യണത്. അപ്പോൾ ലോൺ നമ്പർ കൊടുത്തു. അപ്പോൾ അത് എല്ലാം കഴിഞ്ഞ് നമ്മൾ കോമിടുമ്പോഴാണ് അപ്പുറത്തതിലേക്ക് പോവുള്ളൂ. ഇപ്പോൾ ലുക്കപ്പ് വാല്യൂ ഇവിടെ എടുക്കുന്നത്. കോമിട്ട് കഴിഞ്ഞാൽ കണ്ട ടേബിൾ അറേക്ക് മാറി. ടേബിൾ അറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഡാറ്റയെന്നാണ് ഡാറ്റ ലുക്കപ്പ് ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഡാറ്റയാണ്, ഈ ഷീറ്റിലാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ലോൺ നമ്പർ വെച്ചായതുകൊണ്ട് C കോളത്തിൽ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് സെർച്ച്. നമ്മൾ CF നമ്പർ വെച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് ചെയ്യണം. അപ്പോൾ ഈ കേസിൽ നമ്മൾ ലോൺ നമ്പറാണ് അടിസ്ഥാനമായിട്ട് എടുത്തേക്കണത്. അപ്പോൾ ലോൺ നമ്പർ വെച്ചിട്ട് ഇവിടുന്ന് വലത്തോട്ടുള്ള ഡാറ്റയാണ് നമുക്ക് കിട്ടുള്ളൂ. അതാണ് വീലുക്കപ്പിൻ്റെ പ്രത്യേകത. ഇവിടുന്ന് നമുക്ക് വേണ്ടത് ഏരിയ കോഡാണല്ലോ. ഏരിയ കോഡ് ലോൺ നമ്പർ 1, 2, 3, 4, 5, 6, 7 അതിന് മുകളിൽ ഞാൻ നമ്പർ ഇട്ടിട്ടുണ്ട്. അതായത് ഒന്നാമത്തെ ലോൺ നമ്പർ ഏതാണോ നമ്മൾ കീ ആയിട്ട് സെർച്ച് ചെയ്യണത് അതും, പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വലത്തോട്ട് എത്രാമത്തെ കോളാണെന്നാണ് ചോദിക്കുന്നത്. ഇതിൽ അവിടെ നിന്ന് 7ാമത്തെ കോളത്തിലാണ് ഏരിയ കോഡ്. അപ്പോൾ ഞാൻ ആ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് 7ാമത്തെ കോളാണ് വേണ്ടത്, എക്സാക്റ്റ് മാച്ചാണോ അപ്രോക്സിമേറ്റ് മാച്ചാണോ വേണ്ടതെന്നാണ് ചോദിച്ചത്. എനിക്ക് വേണ്ടത് എക്സാക്റ്റ് മാച്ചാണ്. എക്സാക്റ്റ് മാച്ചിന് ഫോൾസ് എന്ന് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ 0 എന്ന് ടൈപ്പ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഡാറ്റ കിട്ടി. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അവസാനം വരെ വന്നിട്ടുണ്ടാവും. 170 എണ്ണത്തിനും വന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഒരെണ്ണം ചെയ്യാനും 10 എണ്ണം ചെയ്യാനും 172 എണ്ണമായാലും 1 ലക്ഷം ആയാലും 10 ലക്ഷം ആയാലും ചെയ്യാനായിട്ട് നമുക്ക് ഇത്ര സമയം മതി. ഇനി നമുക്ക് മൊബൈൽ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഫോർമുല അങ്ങോട്ട് കോപ്പി ചെയ്താൽ പോരെ. ഈ ഫോർമുല എടുക്കുക,
ഇങ്ങനെ തന്നെ കോപ്പി ചെയ്യണം കേട്ടോ. കോപ്പി ചെയ്യുക. ആ കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് എസ്കേപ്പ് അടിക്കുക ഇങ്ങനെ വരുമ്പോൾ. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈക്വൽ ടു പിന്നെ VLOOKUPൻ്റെ ഫോർമുല നമ്മൾ പേസ്റ്റ് ചെയ്തതിൽ. ഓക്കെ. മൊബൈൽ നമ്പർ എന്ന് പറയുന്നത് ഇത് 7 ആണെങ്കിൽ ഇത് 8 അല്ലായിരിക്കുള്ളൂ. അപ്പോൾ നമ്മളിവിടെ 8 എന്നാക്കുക. അത് 8 ആക്കി. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് വന്നിട്ടില്ല. ബ്രാക്കറ്റ് ഞാൻ ക്ലോസ് ചെയ്തു, എൻ്റർ ചെയ്തു. അപ്പോൾ മൊബൈൽ നമ്പർ കിട്ടില്ലേ നമുക്ക്. ഡബിൾ ചെയ്ത് ഞാൻ അത് വന്നു. ഇനി ഫയൽ നമ്പർ ഞാൻ ഈക്വൽ അടിച്ചു. ആ ഫോർമുല അങ്ങോട്ട് ഞാൻ ഇങ്ങോട്ട് ആക്കി പേസ്റ്റ് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. 7ാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ കോഡിൻ്റെയാണ്. നമുക്ക് 8 9ാമത്തെ അല്ല വേണ്ടത്. 9 പാൻ നമ്പർ. അപ്പോൾ ഇത്ര ഡീറ്റെയിൽസ് നമുക്ക് ഇങ്ങനെ താഴേക്ക് വന്നു. ഓക്കെ, കറക്റ്റായിട്ടത് വരും. ഇത് എന്തുകൊണ്ടാണ് 7 8 9 അതൊക്കെ എടുക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോൺ നമ്പർ കഴിഞ്ഞിട്ട് എത്രാമത്തെ കോളാണെന്നാണ് ചോദിക്കുന്നത്. ലോൺ നമ്പർ അടക്കം. ലോൺ നമ്പർ 1 അതാണ് ഞാൻ മുകളിൽ ഇട്ടിരിക്കുന്നത്. 2 3 4 5 6 7ാമത്തെ കുളത്തിലാണ് ഏരിയ കോഡ്. 8ാമത്തെ കുളത്തിലാണ് മൊബൈൽ നമ്പർ. 9ാമത്തെയാണ് ഇത്. പാൻ നമ്പർ വേണമെങ്കിൽ 10. ഇനി വേണ്ട നമുക്ക് പേര്. നിങ്ങൾക്ക് പേര് വേണമെന്നുണ്ടെങ്കിൽ പേര് 1 2 3ാമത്തെ കുളത്തിൽ പേര് വേണമെങ്കിൽ വരുത്താം. അപ്പോൾ ഇതിവിടെ പേര് വേണമെന്നുണ്ടെങ്കിൽ ഇത് 3 കൊടുത്തു കഴിഞ്ഞാൽ അത് പേര് വരും. പേരാണ് വന്നിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ, ഇതാണ് VLOOKUP. ഇനി ഇതിന് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതൊരു എംപ്ലോയി ഡീറ്റെയിൽസ് ആണ്. ഈ എംപ്ലോയി ഡീറ്റെയിൽസിൽ സീരിയൽ നമ്പർ ഉണ്ട്, എംപ്ലോയിയുടെ ID ഉണ്ട്, എംപ്ലോയിയുടെ പേര്, ഡെസിഗ്നേഷൻ, നേറ്റീവ് സ്റ്റേറ്റ്, ഇത്ര കാര്യങ്ങളാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ ഒരു ID കൊടുക്കാമെന്ന് നോക്കി. അപ്പോൾ ഉദാഹരണത്തിന് 7 എന്ന് പറഞ്ഞ ID കൊടുത്തു. എനിക്ക് ആ IDയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പേരാണ് എനിക്ക് വേണ്ടത്. ഇവിടെ ഹെഡിങ് നെയിം എന്നാണല്ലോ ഉള്ളത്. അപ്പോൾ നെയിം വേണം. അപ്പോൾ ഇവിടുന്ന് 2ാമത്തെ കോളാണ് നെയിം വരുന്നത്. അപ്പോൾ നമുക്ക് ഈ VLOOKUP ഫോർമുല തന്നെ ഉപയോഗിച്ച് നോക്കാം. VLOOKUP ബ്രാക്കറ്റ് ഓപ്പൺ. ഞാൻ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ലുക്കപ്പ് വാല്യൂ ഞാൻ കൊടുത്തത് ഇതാണ് വേണ്ടത്. അത് ഏത് ടേബിളിൽ നിന്നാണ്? ടേബിൾ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ എത്ര ചെറിയ ഡാറ്റ ആയതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് ഇതിൽ സെർച്ച് ചെയ്യണ ID ഇല്ലേ, ഇവിടെ സെർച്ച് ചെയ്യണ ഈ ID വെച്ചിട്ട് തന്നെ ആ ഭാഗത്ത് നിന്ന് തന്നെ കൊടുത്തു. ഞാൻ ഇവിടെ 11 പേരുടെ സഹീർ ഖാൻ വരെ ഉള്ളതാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ കേട്ടാ. ഓക്കെ, അപ്പോൾ അത് കോമ 2ാമത്തെയാണ് പേര്. അപ്പോൾ ഞാൻ 2ാമത്തെ 1 ID 2 പേര്. അപ്പോൾ ഞാൻ 2ാമത്തെയാണ് ചെയ്യുന്നത്. കോമ നമുക്ക് വേണ്ടത് എക്സാക്റ്റ് മാച്ചാണ്. എക്സാക്റ്റ് മാച്ചിന് ഫോൾസ് അല്ലെങ്കിൽ 0 എന്ന് ടൈപ്പ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്തു. MS ധോണി എന്നുള്ളത് വന്നു. ഓക്കെ, ഞാൻ ഈ ഫോർമുല കോപ്പി ചെയ്ത് ഇവിടെ വരെ ഞാൻ പേസ്റ്റ് ചെയ്തു കേട്ടോ. ഇത്ര പേസ്റ്റ് ചെയ്തു. ഇത് നോട്ട് അപ്ലിക്കബിൾ എന്നാണ് വന്നേക്കുന്നത്. നോട്ട് അപ്ലിക്കബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാറ്റ, ഈ ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു സെല്ല് ഇവിടെ ഇതിലൊന്നും കൊടുത്തിട്ടില്ല, അത് ഇവിടെ ഇല്ല, നമ്മൾ ഈ സെർച്ച് ചെയ്തത് ഇതിലില്ല എന്നാണ് കാണിച്ചേക്കണത്. ഓക്കെ, നമുക്കിപ്പോൾ ഇതിൽ 7 തന്നെ കൊടുക്കാം. വേണ്ട, വന്നു. ഇവിടെ ടൈപ്പ് ചെയ്തപ്പോൾ വന്നു. നോട്ട് അപ്ലിക്കബിൾ അല്ല, അതുണ്ട്. ഞാനിത് ഇവിടെ വരെ പേസ്റ്റ് ചെയ്തു. ഇവിടെ വരെയാണ് നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടിയുള്ളൂ. ധോണി എന്നുള്ള ആൻസർ ഇവിടെ വരെ കിട്ടുള്ളൂ. കാരണം നമ്മൾ ഫസ്റ്റ് കൊടുത്തപ്പോൾ ഈ ഡാറ്റ ഏരിയ എന്ന് പറയുന്നത് ഇത് കണ്ട, ഇവിടെ ഒരു സെലക്ഷൻ വന്നിട്ടുണ്ടോ? ഈ സെലക്ഷൻ, ആ സെലക്ഷൻ ഇവിടെയാണ്. അങ്ങനെ ആ കറക്റ്റ് അതിലാണ് നിൽക്കുന്നത്. ഇവിടെ എത്തിപ്പോൾ നോക്കിയേ, സെലക്ഷൻ മാറിപ്പോയി. ഇത് കണ്ട, സെലക്ഷൻ താഴേക്ക് ഇറങ്ങിപ്പോയി. അപ്പോൾ ഈ നമ്മുടെ ഈ ഡാറ്റയുടെ ഏരിയ ഫിക്സ്ഡ് ആയിട്ട് നമ്മൾ ലോക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ലോക്ക് ചെയ്യാം എന്ന് നോക്കാം. ഇത് ഡിലീറ്റ് ചെയ്യാണ്. ഈ VLOOKUP കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം ചെയ്യാം. VLOOKUP ബ്രാക്കറ്റ് ഓപ്പൺ. എന്താണ് ഫൈൻഡ് ചെയ്യേണ്ടത്? ഈ നമ്പറാണ്. കോമ ഇവിടെ നിന്ന് ഇത്ര ഏരിയ ആണ് നമുക്ക് വേണ്ടത്.
ഞാൻ 11 പേരുടെയാണ് ഡീറ്റെയിൽസ് എടുത്തിട്ടുള്ളൂ, 12ാമത്തെ നമ്മൾ എടുത്തിട്ടില്ല. ഓക്കെ, അത് നമുക്ക് എപ്പോഴും അതുപോലെ തന്നെ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ 12 കൂടി ഞാൻ എടുത്തു. ഓക്കെ, അങ്ങനെ ഫിക്സ്ഡ് ആയിട്ട് നിർത്തണമെന്നുണ്ടെങ്കിൽ ഒരു F4 എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട് നമ്മുടെ കീബോർഡിൽ, അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ കണ്ടോ ഡോളർ സൈനൊക്കെ വന്നത്, അതായത് ആ സെല്ല് അത് ലോക്കാക്കി, ആ ഏരിയ ലോക്കാക്കി എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കോമ നമുക്ക് രണ്ടാമത്തെയാണ് വേണ്ടത്, കോമ 0 for exact match, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഒന്നും ഇനി ഞാനത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തപ്പോൾ വേണ്ട, ഇതിൻ്റെ അടിയിലേക്ക് വന്നപ്പോഴും നമുക്ക് കിട്ടി, ധോണി എന്നുള്ളത് കിട്ടി. ഓക്കെ, ഇതിൻ്റെ ഒരു ഫോർമുലയുടെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫിക്സ്ഡ് ഏരിയയിലുള്ള ഡാറ്റ മാത്രമേ കിട്ടുള്ളൂ. ഇതിൻ്റെ താഴേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടില്ല. ഇതിൻ്റെ താഴേക്ക് വേണം എന്നുണ്ടെങ്കിൽ ചില ആളുകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്, നമുക്ക് ഈ ഏരിയയിലുള്ള ഡാറ്റ മാത്രമേ കിട്ടുള്ളൂ, ഇതിൻ്റെ അടിയിൽ ഒരു ഡാറ്റ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല. ഉദാഹരണത്തിൽ ഞാൻ 90 എന്ന നമ്പറിൽ, ജേഴ്സി നമ്പറിൽ 90 എന്ന ID നമ്പറിൽ ബുംറ എന്ന അതിലുള്ള ജോലി ബൗളർ എന്നാണ് ആളുടെ ദേശം, UP എന്ന് ഞാൻ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 90 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നോട്ട് അപ്ലിക്കബിളാണ് വരുന്നത്. കാരണം നമ്മൾ ഈ ഏരിയയിൽ ബുംറേനെ ഉൾപ്പെടുത്തിയിട്ടില്ല. അതായത് ഇവിടം വരെയുള്ള 15ാമത്തെ റോ വരെയുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ കൊടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് അത് വരാതിരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഭാവിയിൽ ഡാറ്റ അടിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും എന്നുണ്ടെങ്കിൽ ഫോർമുലയിൽ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കണ്ട പോലെ ചെയ്യുന്നതാണ് എളുപ്പം, ഏറ്റവും ബെറ്റർ. VLOOKUP ബ്രാക്കറ്റ് ഓപ്പൺ ജേഴ്സി നമ്പർ കോമ ബി തുടങ്ങിയിട്ട് ഇവിടെ വരെ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ സെലക്ഷൻ കണ്ട ഏറ്റവും D വരെ പോകുന്നുണ്ട്, ഈ ഡീറ്റെയിൽസ് കിട്ടുക അടി വരെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ കൊടുക്കാം. F4 ക്ലിക്ക് ചെയ്യണമെങ്കിൽ F4 ക്ലിക്ക് ചെയ്യാം, കോമ 2, 0 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇപ്പോൾ വന്നു, ഇപ്പോൾ വേണ്ട ബുംറ വന്നു. ഇപ്പോൾ ഞാനിവിടെ ഒരു 105 എന്നുള്ള നമ്പറിൽ ഒരാളെ കൊടുക്കുകയാണ് കേട്ടോ. കൊടുത്തു. ഇപ്പോൾ 105 നമ്മളിവിടെ കൊടുക്കുമ്പോൾ ഈ ഫോർമുല ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് വരും. അതാണ് നമ്മൾ ഡാറ്റ എങ്ങനെ കൊണ്ടുള്ള ഗുണം. ഓക്കെ, ഇനി അത് ചെയ്യണ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഞാൻ 7ാമത്തെ നമ്പർ എംപ്ലോയി ID എന്ന് പറയുന്നത് ധോണിക്കാണ് കൊടുത്തേക്കണത്, 7ാമത്തെ നമ്പർ. ഞാനിപ്പോൾ അത് മാറ്റി 2 രാഹുൽ ദ്രാവിഡിനും ഞാൻ 7 കൊടുത്തു നോക്കി. അപ്പോൾ ഇവിടെ കണ്ട ആൻസറൊക്കെ രാഹുൽ ദ്രാവിഡായിട്ട് മാറി. അപ്പോൾ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുക, ഒരു ഡാറ്റയിൽ ഒരേ പോലത്തെ യൂണീക്കായിട്ട് 2 എണ്ണം വന്നു കഴിഞ്ഞാൽ ഇതിൽ ആദ്യത്തെ എൻ്റെ നേരെയുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുള്ളൂ, രണ്ടാമത്തെ റിസൾട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഈ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. ഇത്രയൊക്കെ ഉള്ളൂ. ഇതാണ് VLOOKUP. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, തീർച്ചയായും മറുപടി പറഞ്ഞിരിക്കും. ഓക്കെ, വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.